ഇന്നിവിടെ കുറച്ച് ഗാർഡൻ പണിയാണ്. അപ്പം നമ്മുടെ ബാക്ക് ഗാർഡനിൽ ഞാനിവിടെ ചെടികൾ നടുന്നതിന് മുമ്പ് ചെയ്യാറുള്ള ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ചെയ്യുന്നത്. ടോപ്പ് സോയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ വളം ഇട്ട് കൊടുക്കും കേട്ടോ. വളം നമുക്ക് ഏത് ബ്രാൻഡ് വളം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ വെജിറ്റബിളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ആണ് നടാൻ പോകുന്നത്. അതിന് സ്യൂട്ടായിട്ടുള്ള വളം നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. ഏത് ഗാർഡൻ സെൻറ്ററിൽ നിന്നും നമുക്ക് മേടിക്കാൻ കിട്ടും. ഇവിടെ ഉപയോഗിക്കുന്നത് ഈ വളമാണ്. അപ്പോൾ ആദ്യം ഇതുപോലെയുള്ള വളം ഞാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ വളം ഇട്ട് കൊടുത്തതിൻ്റെ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ വളം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയുള്ളൊരു സാധനം വെച്ചാട്ടോ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഏത് ചെടികളാണോ അല്ലെങ്കിൽ ഏത് പച്ചക്കറികളാണോ നടേണ്ടത് അതിൻ്റെ തൈകൾ ആദ്യം നട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ വുഡെല്ലാം പൊടിച്ചേക്കുന്ന ഈ ചിപ്സ് ഇട്ട് കൊടുക്കുവാണ്. ഇത് നമ്മൾ ബൾക്കായിട്ട് മേടിച്ചതാണ്. ഇത് ബൾക്ക് ക്രിയേറ്റീവ് ഗാർഡൻ സെൻറ്ററിൽ നിന്നാണ് മേടിച്ചത്. ഇത് ഒരു ടണ്ണിന് വരുന്നത് 35 യൂറോയാണ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ചിപ്സ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പുല്ലുകളൊന്നും വരില്ല. പിന്നെ പുല്ല് വന്നാൽ കൂടെയും നമുക്ക് പറിച്ചെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഗാർഡനിങ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇത് നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ്.